ഹായ് കൂട്ടുകാരെ, ഓണമൊക്കെ അല്ലേ, നമുക്കൊരു അടിപൊളി സാരി ബ്ലൗസ് അങ്ങ് സ്റ്റിച്ച് ചെയ്താലോ. ബിഗിനേഴ്സിന് വേണ്ടി ഉദ്ദേശിച്ച് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് എല്ലാം വളരെ വ്യക്തമായിട്ട് പറയുന്ന ഒരു വീഡിയോ ആണ്. അപ്പം 40 ചെസ്റ്റ് സൈസിൻ്റെയാണ് ഞാൻ ചെയ്യാൻ പോകുന്നത്. ഇവിടെ ഞാൻ രണ്ടായിട്ട് മടക്കിയിട്ടിട്ടുണ്ട്. ബാക്ക് പാർട്ടാണ് ആദ്യം കട്ട് ചെയ്യുന്നത്. 12 ഇഞ്ച് വിഡ്ത്തിലാണ് ഞാനിവിടെ രണ്ടായിട്ട് മടക്കിയിട്ടിരിക്കുന്നത്. 10 ആണ് ചെസ്റ്റ് സൈസ് വരുന്നത്. 2 ഇഞ്ച് കൂട്ടിയെടുത്തിട്ടുണ്ട്. ഇനി ഇത് ലെങ്ത്ത് 15 ആണ്. 15ൻ്റെ കൂടെ 1.5 ഇഞ്ച് തയ്യൽ തുമ്പും കൂടി ചേർത്തിട്ട് 16.5 മാർക്ക് ചെയ്തിട്ടുണ്ട്. ഇനി ഷോൾഡർ മാർക്ക് ചെയ്ത് കൊടുക്കാം. 5.5 ആണ് ഷോൾഡർ വരുന്നത്. ഷോൾഡർ ഡൗൺ വരുന്നത് 5 ഇഞ്ചാണ്. ഈ സൈഡിലും ഒരു 5 ഇഞ്ച് മാർക്ക് ചെയ്തിട്ട് കറക്റ്റ് നമുക്ക് പോയിന്റ് കണ്ടുപിടിക്കാം. ഇതാ നമുക്ക് നേരെ താഴേക്ക് ലൈൻ ചെയ്തിട്ട് ചെസ്റ്റ് സൈസ് മാർക്ക് ചെയ്ത് കൊടുക്കാം. ചെസ്റ്റ് 10 ആണ്. പ്ലസ് 1.5 തയ്യൽ തുമ്പും കൂടി ചേർത്തിട്ട് 11.5 ഞാനിവിടെ മാർക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതാ ലൈൻ അങ്ങ് വരച്ചു കൊടുക്കാം. ഇനി താഴെ നമുക്ക് വേസ്റ്റ് വിഡ്ത്ത് മാർക്ക് ചെയ്ത് കൊടുക്കാം. വേസ്റ്റ് വിഡ്ത്ത് 8.75 ആണ്. പ്ലസ് 1.5 ഇഞ്ച് തയ്യൽ തുമ്പ് അതും കൂടി ചേർത്ത് മാർക്ക് ചെയ്തിട്ട് നമുക്കങ്ങ് വരച്ചു കൊടുക്കാം. ഇനി നമുക്ക് നെക്കും കൂടിയേ ഉള്ളൂ. നെക്ക് വിഡ്ത്ത് 2.75 ആണ് ഷോൾഡറിൻ്റെ സൈഡിൽ കൊടുക്കുന്നത്. ലെങ്ത്ത് കൊടുക്കുന്നത് 7 ഇഞ്ചാണ്. ബാക്കാണ് നമ്മളിവിടെ കട്ട് ചെയ്യുന്നത്. ഒരു വ്യത്യാസം എന്താണെന്ന് വെച്ചാൽ നമ്മൾ താഴെ 3.5 ഇഞ്ചാണ് നെക്ക് വിഡ്ത്ത് കൊടുക്കുന്നത്. മുകളിൽ 2.25 താഴെ 3.5 ഇഞ്ചുമാണ് കൊടുക്കുന്നത്. എന്നാലും കുറച്ച് താഴേക്കാവുമ്പോൾ വൈഡ് വരത്തുള്ളൂ. മുകളിൽ 3.5 കൊടുത്തിട്ടുണ്ടെങ്കിൽ ഷോൾഡർ ഇറങ്ങിപ്പോവുക, അങ്ങനത്തെ പ്രശ്നങ്ങളുണ്ടാവും. എന്നിട്ട് എന്താ കുറച്ച് വൈഡായിട്ട് നമ്മൾ നെക്ക് വരച്ചു കൊടുത്തു. ചെറിയൊരു സ്ലോപ്പും കൊടുത്തിട്ടുണ്ട്. സ്ലോപ്പ് കൊടുത്തിരിക്കുന്നത് ചുരിദാറിൻ്റെ പോലെയല്ല, ഷോൾഡർ സൈഡിൽ നിന്ന് നെക്കിലേക്കാണ് കൊടുത്തിരിക്കുന്നത്. ഇനി നമുക്ക് ആം ഹോൾ കർവ് വരച്ചു കൊടുക്കാം. ഇതെങ്ങനെയാണ് വരയ്ക്കുന്നതെന്നൊക്കെ ഓൾറെഡി വീഡിയോ ഇഷ്ടംപോലെ ചെയ്തിട്ടുണ്ട്. അതും കൂടി കഴിഞ്ഞിട്ട് ആ ആം ഹോൾ കർവ് കറക്റ്റ് ആണെന്നൊന്ന് മെഷർ ചെയ്ത് നോക്കണം. 9 ഇഞ്ചാണ്. കറക്റ്റ് 9 വരുന്നുണ്ട്. ഓക്കെ, ഇനി നമുക്ക് കട്ട് ചെയ്ത് മാറ്റാം. അപ്പോൾ ബാക്ക് സൈഡ് കട്ട് ചെയ്ത് മാറ്റി എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്രണ്ട് സൈഡാണ് ചെയ്യാനുള്ളത്. ബാക്കി തുണി എടുത്തിട്ട് 14 ഇഞ്ച് വിട്ടിലാണ് രണ്ടായിട്ട് മടക്കിയിട്ടിരിക്കുന്നത്. അതെന്താണ് കൂടുതൽ എടുക്കുന്നതെന്ന് ഞാൻ പറഞ്ഞു തരാം. ലെങ്ത്ത് 15 പ്ലസ് 2 ഇഞ്ചാണ് തയ്യൽ തുമ്പ് കൊടുക്കുന്നത്. ഫ്രണ്ട് സൈഡിൽ 1.5 ഇഞ്ചും ബാക്ക് സൈഡിന് നമ്മൾ 1.5 ഇഞ്ചും ഫ്രണ്ട് സൈഡിന് നമ്മൾ 2 ഇഞ്ചുമാണ് തയ്യൽ തുമ്പ് കൊടുക്കേണ്ടത്. അപ്പോൾ നമുക്ക് അതും കൂടി കഴിഞ്ഞിട്ട് നമുക്ക് ലൈൻ ചെയ്ത് കൊടുക്കാം. നമുക്ക് ഷോൾഡർ എടുത്ത് കൊടുക്കാം. ഷോൾഡർ 5.5, താഴേക്ക് 5 ഇഞ്ച് നേരത്തെ ചെയ്ത പോലെ തന്നെയാണ്. വേണം നിങ്ങൾക്ക് അത് വെച്ചിട്ട് വരച്ചെടുക്കാം. പക്ഷെ ഞാൻ ഒന്നും കൂടി മെഷർ ചെയ്തിട്ട് എടുക്കാനാണ് പ്രിഫർ ചെയ്യുന്നത്. ഓക്കെ, ചെസ്റ്റ് 10 ഇഞ്ചാണ്. അതിൻ്റെ കൂടെ 1.5 ഇഞ്ച് തയ്യൽ തുമ്പും 2 ഇഞ്ച് നമ്മൾ എക്സ്ട്രാ കൊടുക്കുന്നുണ്ട്. അത് നമ്മൾ ടക്കൊക്കെ വരുന്നത് കൊണ്ടാണ് എക്സ്ട്രാ 2 ഇഞ്ചും കൂടി കൊടുക്കുന്നത്. എന്നിട്ട് നമ്മളിതാ ബാക്ക് ആം ഹോൾ വരച്ചിട്ടുണ്ട് നേരത്തെ വരച്ച പോലെ. എന്നിട്ട് നമ്മൾ അതിനകത്തുനിന്ന് ഒരു 1/2 ഇഞ്ച് ഉള്ളിലേക്ക് മാർക്ക് ചെയ്തിട്ട് ഫ്രണ്ട് ആം ഹോളിന് വേണ്ടി കുഴിച്ച് എടുത്തിട്ടുണ്ട്. നമുക്ക് നെക്ക് ഡിസ്റ്റൻസ് നേരത്തെ ചെയ്ത പോലെ 2.75 മുകളിലും താഴെ 3 ഇഞ്ചും കൊടുക്കണം. നെക്ക് ലെങ്ത്ത് വരുന്നത് 6.5 ആണ് ഫ്രണ്ട് നെക്ക് വരുന്നത്. കുറച്ചൊന്ന് വൈഡായിട്ട് വരുന്ന രീതിയിൽ താഴേക്ക് നമുക്ക് വരച്ചു കൊടുക്കാം. അത് കഴിഞ്ഞിട്ട് ഈ സൈഡിൽ ഒരു 1/4 ഇഞ്ചിനേക്കാളും കുറവ് നമ്മൾ ചെറുതായിട്ടൊന്ന് വരച്ചു കൊടുക്കണം. എന്നിട്ട് അവിടെ നിന്നാണ് ബാക്കി ഷോൾഡർ ടു ബ്രസ്റ്റ് പോയിന്റ് 11 ഇഞ്ച് ഒന്ന് മാർക്ക് ചെയ്തു. ആ 11 ഇഞ്ചിൽ നിന്നും ബ്രസ്റ്റ് വിഡ്ത്ത് 4 ഇഞ്ച് മാർക്ക് ചെയ്തു. ഇനി ഇത് ഞാൻ വരച്ച് വെച്ചിട്ടുണ്ട്. അതെങ്ങനെയാണെന്നുള്ളത് വീഡിയോ കട്ടായിപ്പോയി, അതുകൊണ്ട് ഞാനത് പറഞ്ഞു തരാം. ഏറ്റവും താഴെ തയ്യൽ തുമ്പ് മാർക്ക് ചെയ്തില്ല, അവിടെ നിന്നൊരു 4 ഇഞ്ച് മുകളിലേക്ക് മാർക്ക് ചെയ്യുക. എന്നിട്ട് നമ്മൾ ബസ് പോയിന്റ് 11 അടയാളപ്പെടുത്തിയില്ലേ, അവിടുന്ന് താഴേക്ക് 3.75 മാർക്ക് ചെയ്തിട്ട് ഒരു ലൈൻ വരച്ചു. അതിനുശേഷം നമുക്ക് ആദ്യം വരച്ചതുമായിട്ട് ജോയിൻ ചെയ്യാം. നിങ്ങൾക്കിത് കാണുമ്പോൾ മനസ്സിലാവും പറയുന്നേക്കാൾ കൂടുതൽ. ഇനി നമുക്ക് വേസ്റ്റ് 8.75 പ്ലസ് 1.5 ഇഞ്ച് തയ്യൽ തുമ്പും കൂടി കൊടുത്തു. എന്നിട്ട് നേരെ താഴെ നിന്ന് 3.75 മാർക്ക് ചെയ്തിട്ട് നമ്മൾ ബ്രസ്റ്റിൻ്റെ സൈസ്, അതായത് ആ ഒരു
മെഷർമെൻ്റ് അങ്ങ് വരച്ചു കൊടുത്തു. ഇനി നമ്മളിതാ 3 ഇഞ്ച് എക്സ്ട്രാ മാർക്ക് ചെയ്യുന്നുണ്ട് ഇവിടെ. അതെന്തിനാന്ന് വെച്ചാൽ ടക്കിന് നമ്മൾ 3 ഇഞ്ച് എടുക്കുന്നുണ്ട്, അതുകൊണ്ടാണ്. അത് വഴിയെ കാണിച്ചു തരാം. എന്നിട്ട് നമ്മളിങ്ങനെ വരച്ചു കൊടുത്തു. ഇത് കണ്ടോ, നമ്മൾ ഈ സെൻറ്ററിൽ വെച്ചിട്ട് 1.5 ഇഞ്ച് 1.5 ഇഞ്ച് 2 സൈഡിലേക്കും മാർക്ക് ചെയ്യുന്നുണ്ട്. ഇതാണ് നമ്മുടെ ടക്ക്. അപ്പോൾ 3 ഇഞ്ച് ഇവിടെ ടക്കായിട്ട് പോകുന്നത് കൊണ്ടാണ് ആദ്യം നമ്മളൊരു 3 ഇഞ്ചും മുകളിൽ നമ്മൾ ചെസ്റ്റ് മാർക്ക് ചെയ്തപ്പോൾ 2 ഇഞ്ചും കൂടി എക്സ്ട്രാ കൊടുത്തത്. ഇനി നമുക്കിതാ ഈ പോയിന്റിൽ നിന്നും നേരെ അങ്ങോട്ട് പിടിച്ചിട്ട് ഒരു 2 ഇഞ്ച് മാർക്ക് ചെയ്യണം. എന്നിട്ട് നമുക്ക് വരച്ചു കൊടുക്കാം. ഇവിടെയാണ് നമ്മുടെ അടുത്ത ടക്ക് വരുന്നത്. അതൊരു 1/2 ഇഞ്ചിലാണ്. നമുക്ക് സ്റ്റിച്ച് ചെയ്യുമ്പോഴാണ് അത് വരച്ചെടുക്കുന്നത്. ഇനി ഇതാ സ്കെയിൽ ഇങ്ങനെ നേരെ ആം ഹോളിൻ്റെ അങ്ങോട്ട് പിടിച്ചിട്ട് കറക്റ്റായിട്ട് ചെരിച്ച് വരുന്ന രീതിയിൽ നമ്മൾ സ്കെയിൽ ഇങ്ങനെ പിടിച്ച് വയ്ക്കുക. എന്നിട്ട് നമുക്ക് നമ്മുടെ ടേപ്പ് എടുത്തിട്ട് ഇതാ ഈ മുകളിലെ ആം ഹോളിൻ്റെ ലൈൻ ഉണ്ടല്ലോ, അവിടെ നിന്നും നേരെ താഴേക്ക് 3.5 ഇഞ്ച് മാർക്ക് ചെയ്യണം. ഇവിടെയാണ് നമ്മുടെ അടുത്ത ടക്ക് വരുന്നത് 1/2 ഇഞ്ചിൽ. ഓക്കെ, എന്നിട്ട് നമ്മൾ അവിടെയും ഒരു ലൈൻ വരച്ചു. അവിടെ നമുക്ക് ടക്ക് പിന്നെ മാർക്ക് ചെയ്ത് കൊടുക്കാം വരയ്ക്കാൻ നേരത്ത്. ഓക്കെ, ഇനി നമുക്കിതാ ഇങ്ങനെ ഈ 2 ലൈൻ യോജിപ്പിച്ച് കൊടുക്കാം. നേരത്തെ കൊടുത്ത പോലെ തന്നെ ഒരു സ്ലോപ്പ് കൊടുക്കുന്നുണ്ട് ഷോൾഡറിൻ്റെ അവിടെ നിന്ന് നെക്കിലേക്ക്. ഇനി കട്ട് ചെയ്ത് മാറ്റാം. നമുക്കിതാ സൈഡ് ഇങ്ങനെ 2 ആക്കിയിട്ട് കട്ട് ചെയ്യണം. ഫ്രണ്ടിൽ 2 പാർട്ടായിട്ട് ഇങ്ങനെ കട്ട് ചെയ്തെടുക്കണം. ഓക്കെ, അത് കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് ബാൻഡാണ് കട്ട് ചെയ്തെടുക്കാനുള്ളത്. ബാൻഡും ഇങ്ങനെ കറക്റ്റായിട്ട് പിടിച്ചിട്ട് കട്ട് ചെയ്തെടുക്കണം. ബാൻഡിനെ സെപ്പറേറ്റ് ഇങ്ങനെ കട്ട് ചെയ്യണം. ഇതാ ഇനി നമുക്ക് ബാൻഡ് 2 പീസാക്കി മാറ്റാം. ഓക്കെ, നമ്മുടെ ഫ്രണ്ടിൻ്റെ കട്ടിങ് കഴിഞ്ഞു. ഇതാണ് നമ്മുടെ ഫ്രണ്ട് സൈഡിലേക്കുള്ള 2 പീസും പിന്നെ അതുപോലെ തന്നെ ബാൻഡിൻ്റെ 2 പീസും. ഇനി നമുക്ക് സ്ലീവും കൂടി കട്ട് ചെയ്യാനുണ്ട്. സ്ലീവ് ഞാനിവിടെ 4ആയിട്ട് മടക്കിയിട്ടുണ്ട്, ചുരിദാറിനൊക്കെ ചെയ്യുന്ന പോലെ തന്നെ. സ്ലീവ് ലെങ്ത്ത് 6.5 ആണ്. പ്ലസ് 1.5 ഇഞ്ച് തയ്യൽ തുമ്പും മാർക്ക് ചെയ്തിട്ട് വരച്ചു കൊടുക്കാം. ഇനി വിഡ്ത്ത് 9 ഇഞ്ച് ഒന്ന് മാർക്ക് ചെയ്യണം. വിഡ്ത്ത് എന്ന് പറയുന്നത് ആം ഹോൾ കേവ് ആണ്. ഇനി നമുക്ക് ആ 9 ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുത്തുനിന്ന് 3.5 ഇഞ്ച് ക്യാപ്പ് ഹൈറ്റ് മാർക്ക് ചെയ്യാം. 2 സൈഡിലും 3.5 ഇഞ്ച് മാർക്ക് ചെയ്തിട്ട് ഇതാ ഇങ്ങനെ ഒരു ലൈൻ അങ്ങ് വരച്ചു കൊടുക്കാം. ഇനി നമുക്കൊരു ആം ഹോൾ ലൂസും കൂടി മാർക്ക് ചെയ്യാം. അതിന് മുമ്പ് 1.5 ഇഞ്ച് മുകളിലൊന്ന് മാർക്ക് ചെയ്തു. ആം ഹോൾ ലൂസ് 8 ഇഞ്ച് മാർക്ക് ചെയ്തു. ഇനി നമുക്ക് 1.5 ഇഞ്ച് വരെ സ്ട്രെയിറ്റ് ആയിട്ട് വരച്ചിട്ട് ബാക്കി ഇതാ ഇങ്ങനെ ആം ഹോൾ ലൂസ് കൂടെ പോകുന്ന രീതിയിൽ വരച്ചെടുക്കാം. ഇനി നമുക്കിതൊന്ന് മെഷർ ചെയ്തിട്ട് 9 ഇഞ്ചാണോ എന്ന് നോക്കാം. 9 ഇഞ്ചാണ്. ഇനി 1 ഇഞ്ച് തയ്യൽ തുമ്പും കൂടി മാർക്ക് ചെയ്തിട്ട് സ്ലീവ് എൻഡ് മാർക്ക് ചെയ്യാം. 6 ആണ് സ്ലീവ് എൻഡ് പ്ലസ് 1.5 തയ്യൽ തുമ്പും കൂടി ചേർത്തിട്ട് ഇതാ വരച്ചു കൊടുക്കാം. ഇനി നമുക്ക് ഫ്രണ്ട് ആം ഹോൾ 1/2 ഇഞ്ച് ഗ്യാപ്പിലൊന്ന് കുഴിച്ചങ്ങ് വരച്ചെടുക്കണം. അത്രയേ ഉള്ളൂ. സ്ലീവിൻ്റെ മാർക്കിങ്സ് ഒക്കെ കഴിഞ്ഞു. ഇനി കട്ട് ചെയ്ത് മാറ്റാം. ഇനി ഫ്രണ്ട് ആം ഹോൾ ഇതാ 1/2 ഇഞ്ചിൽ നേരെ വെച്ചിട്ട് കട്ട് ചെയ്ത് മാറ്റി. കുറച്ച് കട്ട് പീസ് നമുക്ക് ആവശ്യമായിട്ട് വരുന്നുണ്ട്. ഇതാ 1.5 ഇഞ്ചാണ് അതിൻ്റെ ലെങ്ത്ത് വരുന്നത്. ബാക്ക് വേസ്റ്റ് പടി വെച്ചടിക്കാൻ വേണ്ടിയിട്ടാണ്. അത്രയും ലെങ്ത്തിലെടുക്കണം. പിന്നെ ഒന്ന് ലെങ്ത്ത് 10 ഇഞ്ചും 2.5 ഇഞ്ചും രണ്ടും വീതിയുള്ള 2 പീസ് വേണം. സെയിം ലെങ്ത്തും 2.5 ഇഞ്ച് രണ്ടുമാണ് വീതി വരുന്നത്. ഇനി നമുക്ക് നമ്മുടെ ബാൻഡ് 2 എണ്ണം നമ്മൾ മെയിൻ ക്ലോത്തിൽ നിന്ന് കട്ട് ചെയ്തെടുത്തിരുന്നില്ലേ, അതേ മെഷർമെൻറ്റ് തന്നെ നമുക്ക് 4 എണ്ണം കൂടി വേണം. ടോട്ടൽ 4. അത് വേറെ ക്ലോത്തിൽ കട്ട് ചെയ്തെടുത്താലും കുഴപ്പമൊന്നുമില്ല. അതും കൂടി നമുക്ക് ആവശ്യമായിട്ട് വരും. ടോട്ടൽ 6 ആണ് വേണ്ടത്. ഓക്കെ, ഞാനിവിടെ ലൈനിങ് വേറൊരു കളറാണ് യൂസ് ചെയ്യുന്നത്. ഞാനത് വീഡിയോയ്ക്ക് വേണ്ടി എടുക്കുന്നത് കൊണ്ട് വേറൊരു കളർ യൂസ് ചെയ്തു എന്നേ ഉള്ളൂ, വേറെ ഒന്നുമില്ല. അപ്പോൾ ഇതാ ഫ്രണ്ട് പാർട്ടിനും ബാക്കിനും വേണ്ടിയുള്ള ലൈനിങ് കട്ട് ചെയ്ത് എടുത്തിട്ടുണ്ട്. അപ്പോൾ അത്രയേ ഉള്ളൂ നമ്മുടെ കട്ടിംഗ് പാർട്ട്. ഇനി സ്റ്റിച്ചിങ് പാർട്ട് ഉടനെ തന്നെ ഞാൻ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും.
വളരെ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള സ്റ്റിച്ചിങ് പാർട്ടാണ്. അപ്പോൾ അതും കൂടി ഇതിൻ്റെ കൂടെ അപ്ലോഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഒത്തിരി ലെങ്തി ആയിപ്പോൾ, അതുകൊണ്ടാണ് ചെയ്യാത്തത്. അപ്പം ഇത്രയും പാർട്ട് ഇഷ്ടമായാൽ മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്ത് കൊടുക്കണം. അതുപോലെ നിങ്ങളുടെ വിലയേറെ അഭിപ്രായങ്ങളും കമൻസ് ആയിട്ട് അറിയിക്കണം. എന്തെങ്കിലും പോരായ്മകൾ ഉണ്ടെങ്കിൽ അതും കൂടി പറയാൻ വേണ്ടി മറന്നു പോകരുത്. അപ്പോൾ പുതിയ വീഡിയോയുമായിട്ട് വീണ്ടും വരാം. ടാറ്റാ.